കണ്ണൂർ വളപട്ടണത്ത് യുവതിക്കൊപ്പം പുഴയിൽ ചാടിയ യുവാവിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നീന്തി രക്ഷപ്പെട്ട യുവതിയെ കോടതിയിൽ ഹാജരാക്കി. സ്വന്തം ഇഷ്ടത്തിന് വിട്ടതിനെ തുടർന്ന് യുവതി ഭർത്താവിനും മക്കൾക്കുമൊപ്പം പോയി. ഞായറാഴ്ചയാണ് യുവതി ആൺ സുഹൃത്തിനൊപ്പം വളപട്ടണം പുഴയിൽ ചാടിയത്. കണ്ണൂർ വളപട്ടണം പുഴയിൽ യുവതിക്കൊപ്പം ചാടിയ യുവാവിനെ കണ്ടെത്താനായില്ല. ഫയർഫോഴ്സും കോസ്റ്റൽ പോലീസും വളപട്ടണം പോലീസും തിരച്ചിൽ തുടരുകയാണ്. ഞായറാഴ്ച രാത്രിയാണ് ബേക്കൽ പനയാൽ പെരിയട്ടടുക്കത്തെ രാജേഷ് എന്ന രാജുവും ഭർത്തൃമതിയായ യുവതിയും പുഴയിൽ ചാടിയത്. ശക്തമായ കുത്തൊഴുക്കിലും യുവതി അത്ഭുതകരമായി രക്ഷപ്പെട്ടിരുന്നു. തന്റെ കൂടെ രാജുവും ഒന്നിച്ചു പുഴയിൽ ചാടിയെന്ന് സ്ഥലത്തുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികളോട് യുവതി പറഞ്ഞിരുന്നു. തുടർന്ന് വ്യാപകമായ തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല. ശക്തമായ കാറ്റ് വീശി തുടങ്ങിയതോടെ നിർത്തിവെച്ച തെരച്ചിൽ പുനരാരംഭിച്ചിട്ടുണ്ട്. ഭർത്തൃമതിയായ യുവതിയും രാജുവും അടുപ്പത്തിലായിരുന്നു. ഞായറാഴ്ച രാവിലെ 8 മുതൽ യുവതിയെ കാണാനില്ലെന്ന് കാട്ടി ഭർത്താവ് ബേക്കൽ പോലീസിൽ പരാതി നൽകി. ഇതു സംബന്ധിച്ച് പോലീസ് കേസെടുത്ത് അന്വേഷിക്കുന്നതിനിടെയാണ് യുവതിയെ വളപട്ടണം പുഴയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. രാജുവിനെ കാണാതായത് സംബന്ധിച്ച് ബേക്കൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതേസമയം കോടതി യുവതിയെ സ്വന്തം ഇഷ്ടത്തിന് വിട്ടു. ഇതേ തുടർന്ന് യുവതി മക്കൾക്കും ഭർത്താവിനുമൊപ്പം പോയി. ഞായറാഴ്ച രാവിലെ ബൈക്കിലാണ് ഇരുവരും യാത്ര പുറപ്പെട്ടത്. ആദ്യം പള്ളിക്കര ബീച്ച് പാർക്കിൽ പോയെന്നും അവിടെ നിന്നും കോയമ്പത്തൂർ പാസഞ്ചർ ട്രെയിനിൽ കയറി രാത്രി 12 മണിയോടെ വളപട്ടണത്തെത്തി പുഴയിൽ ചാടിയെന്നുമാണ് യുവതി പോലീസിന് നൽകിയ മൊഴി. ഇതനുസരിച്ചാണ് രാജുവിനെ കണ്ടെത്താൻ വളപട്ടണം പോലീസ് തിരച്ചിൽ തുടരുന്നത്. ന്യൂസ് 18 കണ്ണൂർ.